അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ ഈ വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോളാർ വെച്ചുകൊണ്ട് നമുക്ക് എ സിൻ്റെ കണക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നാൽ കേട്ടോ. ഇവിടെ 4 റൂമിൽ എ സിൻ്റെ കണക്ഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 റൂമിൽ എ സിൻ്റെ നമ്മൾ ഉള്ളിൽ കയറിയ സമയത്ത് ഇവിടെ പഴയ വയറിങ്ങാണ്. പഴയ വയറിങ് എ സിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ സോളാർ ചെയ്തേക്കാം. 3 കിലോവാട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. 5 കിലോവാട്ട് ആക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാണ് റൂം. നമ്മൾ ഇതിൽ കൂടെ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വയറിങ്ങിന് ഉള്ളിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുറത്തു കൂടെ ചെയ്യുന്ന സമയത്ത് നോക്കുന്നത് ഈ കാണുന്ന ബാത്റൂം നേരെ ബാക്ക് പോയിട്ട് നമുക്ക് DB കിട്ടും. ഇതിങ്ങനെ ഓപ്പൺ അടിച്ചാൽ നേരെ പുറത്തേക്ക് അടിച്ചാൽ നമ്മളെന്താക്കും നേരത്തെ കണ്ട ആ മീറ്ററിനോട് ചോദിക്കും. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ ഓപ്പൺ അടിച്ചിട്ട് എങ്ങനെ കൊണ്ടു നോക്കിയാലോ. ഇതേപോലെ നേരെ തൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പുറത്തേക്ക് കിട്ടും. ഒരു മുകളിൽ ഇതേമാതിരി ഈ നേരെ കാണുന്ന അപ്പുറത്താണ് റൂം. അതിൻ്റെ നേരെ അടിച്ച റൂം. ഇതിങ്ങനെ ഇതിൽ കൂടെ അടിച്ചിട്ട് നേരെ ഓപ്പൺ ഏരിയക്ക് അടിച്ചിട്ട് മേലെ സ്റ്റെയർ കേസ് കയറാനുള്ള ബീമുണ്ട്. ആ ബീമിൽ മാത്രമേ കാണുള്ളൂ. ബാക്കിയുള്ളൊക്കെ ഹൈറ്റാണ്. ഇവിടെ മാത്രം ഇങ്ങനെ ഒരു 2.5 മീറ്ററോളം കണ്ട് നേരെ മേലത്തെ ബാത്റൂം നേരെ പുറത്തടിച്ചാൽ നേരെ ഇതിന് നേരെ ബാക്കിൽ ഇവിടെ ചാടും. ഇവിടെ നേരെ അടിക്ക് ഇതേമാതിരി ഉണ്ട് പൈപ്പ് ഉണ്ടാകും. ഈ കണക്ക് നേരെ ഉള്ളിലത്തെ ബാത്റൂമുണ്ട്. ഉള്ളിലത്തെ ബാത്റൂം കൂടെ നേരെ DB കിട്ടും. അപ്പോൾ ഫുള്ള് ഹൈഡായ പരിപാടി സിമ്പിളായിട്ട് കുറേ വയർ കുറയും ചെയ്യും. വെട്ടി വിളിക്കണം ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതേ ചെയ്യുന്ന വഴിയാണ് നമുക്ക് കാണിക്കുന്നത്. ഈ DB ഉണ്ടെങ്കിൽ പയ്യെ DB ആട്ടോ. അവിടെ പയ്യെ DB അതിൽ പവറൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ ഐവറി പൈപ്പാണ് ഉപയോഗിക്കണം കേട്ടോ. മുകൾക്ക് 2 കണക്ഷനും അടിക്ക് 2 കണക്ഷൻ 4 കണക്ഷൻ വേണം നമുക്ക് കേട്ടോ. അങ്ങനെ കണക്ഷനും കാര്യമൊക്കെ നമ്മൾ പൈപ്പൊക്കെ അടിച്ചിട്ട് വേണം ഫുൾ സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇത് കാണില്ല. ഇതൊക്കെ ഹൈഡായിട്ട് ചെയ്യണം പരിപാടിയൊക്കെ. നമ്മൾ പൈപ്പും കാര്യമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലും പൈപ്പ് അടിക്കാണ്ട് അതുപോലെ തന്നെ താഴത്തെ പുറത്തും കുറച്ച് പൈപ്പ് അടിക്കുകയാണ് കേട്ടോ. നമ്മൾ ബാത്റൂമിൽ പൈപ്പ് അടി കഴിഞ്ഞ ശേഷം തീരുമാനമായി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പുറത്ത് പൈപ്പ് അടിക്കാണ്ട് മുകളിൽ ഞാൻ പറഞ്ഞാൽ ഇതിന് നേരെ മുകളിലാണ് അടുത്ത ബാത്റൂമുകൾ കേട്ടോ. മേലത്തെ ബാത്റൂം ആ മുകളിലത്തെ ബാത്റൂം കൂടി നമ്മൾ ഓപ്പൺ അടിച്ച് കൊണ്ടുപോയാൽ സിമ്പിളായിട്ട് ഓപ്പൺ ഡ്രസ്സൊക്കെ ചാടും. ആ ഓപ്പൺ ഡ്രസ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്താക്കാം ചെയ്യാം. ഇവിടെ നമ്മൾ ലൂക്കറിൻ്റെ വയറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, നല്ല വയറാണ് ഉപയോഗിക്കുന്നത് ലൂക്കറിൻ്റെ വയർ. ഇപ്പോൾ DBയിലിപ്പം 2 പൈപ്പ് വന്നിട്ടുണ്ട്. ഒരു പൈപ്പ് മുകൾക്കുള്ളതും ഒരു പൈപ്പ് അടിക്കുള്ളതും. അപ്പോൾ 4 AC ആണ് മൊത്തം ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏകദേശം 10 ആകുമ്പോൾ വാറ് വന്നിട്ടുണ്ട് മെയിന്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതാണ് ചെയ്യാൻ വെച്ച് 2 പൈപ്പുണ്ട് പുതിയതായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് മുകൾക്കും ഒന്ന് താഴത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ വെട്ടി പൊളിക്കാതെ തന്നെ ചെയ്ത പരിപാടി കേട്ടോ. വെട്ടി പൊളിക്കാതെ പിന്നെ ഹൈഡായിട്ട് ചെയ്ത പരിപാടിയാണ്. കാഴ്ചക്ക് നോക്കിയാലൊന്നും മനസ്സിലാവില്ല. നല്ലതാണെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തും ചെയ്യും കേട്ടോ. അങ്ങനെ വയറൊക്കെ വലിച്ചിട്ടുണ്ട്. മേലെ അടിച്ച് ഞങ്ങൾ മേലെ ബാത്റൂം കൂടെ ഇങ്ങനെ ഓപ്പൺ അടിച്ച് നേരെ മുകളിൽ ലാൻഡിങ്ങിനുള്ള ഒരു ബീമുണ്ട്. ആ ബീം ഇതാണ്. ആ ബീമും കൂടെ അങ്ങനെ ഈ കുറച്ച് ഭാഗം മാത്രമേ കാണാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊക്കെ പെട്ടെന്ന് കാണാത്ത ഏരിയയാണ്. ബാക്കിയുള്ള ഓപ്പൺ ഡ്രസ്സും ബാത്റൂമിനുള്ളിൽ കൂടെ കഴിയുകൊണ്ട് പെട്ടെന്ന് കാണില്ല. ഈ ഭാഗം മാത്രം ജസ്റ്റ് കാണുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഭാഗമൊക്കെ ഹൈഡായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഈ ഭാഗം ക്ലാമ്പ് പോയി സെറ്റ് ആക്കിയതിന് ശേഷം നേരെ ഓപ്പൺ ഡ്രസ്സിൽ ചാടും. ഓപ്പൺ ഡ്രസ്സിന് നേരെ അടിച്ചിട്ട് നമുക്ക് എന്താക്കണം, നേരത്തെ കണ്ട പോലെ മുകളിലത്തെ റൂമായി നേരെ എടുത്തൊരു റൂമാണ്. 2 റൂമുകൾ കാണിച്ചാണ് ഇത് കൊണ്ടുപോകും കേട്ടോ. ഇവിടെ നമ്മൾ ഐവറി പൈപ്പാട്ടോ ഉപയോഗിച്ചത് മാക്സിമം. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടോ, ഇവിടെ നേരെ അവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അവിടെ ഒരു റൂമുണ്ട്. നേരെ അടിയിൽ വേറെ റൂമാണ്. 2 റൂമുകൾ കണക്ഷൻ ഇതിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. 2 റൂമിലത്തെ കണക്ഷൻ ഇതിൽ കൂടെ ഓപ്പൺ ചെയ്ത് കൊണ്ടുപോയാൽ പെട്ടെന്ന് കാണില്ല. ഇതൊക്കെ ബാക്ക് സൈഡാട്ടോ. ബാക്ക് സൈഡാണ്, സൈഡൊക്കെ ചെയ്യണം. അതുകൊണ്ട് പെട്ടെന്ന് കാണില്ല. ഹൈഡായിട്ട് കൊണ്ടുപോകുന്ന മാതിരിയാണ്. ഇത് ഹൈറ്റ് ഉണ്ടായാൽ നമ്മൾ സീറ്റിൻ്റെ മുകളിൽ നിന്നാണ് വർക്ക് എടുക്കണം കേട്ടോ. നമുക്കപ്പോൾ നൂലടിച്ചിട്ട് നമ്മൾ ഏകദേശം ഇവിടെ 5-8 മീറ്റർ നീളമാണ് കേട്ടോ വീതി. അപ്പോൾ നമ്മൾ നൂലൊക്കെ അടിച്ചിട്ട് ക്ലാമ്പൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയതിന് ശേഷം പൈപ്പ് അടിച്ചാണ്. ബാക്ക് സൈഡ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഈ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. റിസ്ക് ഒന്നുമില്ല. നമുക്ക് ക്ലാമ്പ് ചെയ്യുന്ന പൈപ്പ് ലൈൻ കൊണ്ടുപോകണം. ഇവിടെ ഞാൻ പറഞ്ഞാൽ ഇവിടേക്ക് ഇതൊരു റൂമും അതിന് നേരെ അടിയിൽ വേറെ റൂമും 2 റൂമുകൾ കണക്ഷൻ അതിൽ കൂടെ കൊണ്ടുപോകണം കേട്ടോ. മറ്റുള്ള കണക്ഷൻ അപ്പുറത്താണ്, DBൻ്റെ ആ ഭാഗത്ത് തന്നെയാണ്. അത് നമുക്ക് എടുത്ത് മാത്രമാണ് ലോങ് ഉള്ള വേറെ കേട്ടോ. മറ്റേ കുറച്ചും കൂടി അടുത്താണ്, സിമ്പിളാണ്. ഇവിടെ സോളാറിൻ്റെ കണക്ഷനും കാര്യമൊക്കെ ഇതിൽ കൂടെ പോയിട്ടുണ്ട്. എർത്തിൻ്റെ കണക്ഷനും കാര്യം ഇതിൽ കൂടെ പോയത്. മീറ്ററും കാര്യമൊക്കെ നേരത്തെ നമുക്ക് കണ്ടില്ല. അതിന് ആ ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത്. അവിടെയാണ് നമ്മൾ മീറ്റർ മെയിൻ ബോർഡ് വരുന്നത്.
അങ്ങനെ ക്ലാമ്പ് ചെയ്ത് നമ്മൾ 60-ലാണ് ക്ലാമ്പ് ചെയ്യുന്നത് കേട്ടോ. ഐവറി പൈപ്പ് ഇത് 60 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഡിസ്റ്റൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ക്ലാമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ ഏകദേശം ഫുള്ള് പൈപ്പൊക്കെ അടിച്ച് ക്ലിയർ ആയിട്ടുണ്ട്. ഫുള്ള് നേരെ വന്നിട്ട് ഈ ജനവാല കാണുന്നത് ഇതാണ് റൂം കേട്ടോ. ഇവിടെ നേരെ നമ്മളൊരു ജംഗ്ഷൻ കൊടുത്താണ്ട് ഈ റൂമിൻ്റെ AC-ൻ്റെ ഔട്ട് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കംപ്രസർ വെക്കുമ്പോൾ ഇവിടെ ഔട്ട് വെക്കാൻ വേണ്ടിയിട്ട് കണക്ഷൻ കൊടുത്ത് നേരെ റൂമിലേക്ക് ചാടും. റൂമിൽ ചാടി കൊടുത്താൽ നമുക്ക് ഞാൻ അടിയൊക്കെ കണക്ഷൻ കൊണ്ടുപോകണം. ഇതിൻ്റെ കൂടുതൽ തന്നെ റൂമിൽ സ്വിച്ച് ബോർഡിനുള്ളിൽ വന്നതിന് ശേഷം നമ്മളെന്താ അതിൻ്റെ അടിയിക്കൊരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് നേരെ കൊടുത്തെന്താണ് നേരെ നമുക്ക് അടിയിലൊരു കണക്ഷൻ കിട്ടും. അങ്ങനെ അവിടെ കൊടുക്കുക സിമ്പിളായിട്ട്. ഇവിടെ നമ്മൾ DP സ്വിച്ചും കാര്യമൊക്കെ ചെയ്യാണ്ട്. ഇവിടെ ഓൾറെഡി DP സ്വിച്ചിൻ്റെ കണക്ഷനും കാര്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ തന്നെ ഫുള്ള് സ്വിച്ചിൻ്റെ കണക്ഷനും കാര്യമൊക്കെ കൊടുത്തതിന് ശേഷം ഒരു വയറും കൂടി നമ്മൾ ഇവിടെ ഉണ്ട്. ആ വയർ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് നേരെ ഈ താഴത്തുള്ള ഇതിങ്ങനെ അടിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വയറോട് ചാടിയിട്ടുണ്ട് കേട്ടോ. അത് നേരെ കീപ്പോട്ട് അടിച്ച് നേരെ ഈ റൂമിൽ നേരെ ഉള്ളിലേക്ക് അടിച്ചാണ്ട് ഉള്ളിൽ ഇതേമാതിരി ഒരു ഓപ്പൺ ബോക്സ് വെച്ചിട്ട് സ്വിച്ച് വെച്ച്. അപ്പോൾ ഈ 2 റൂമുകളെ കണക്ഷൻ സിമ്പിളായിട്ട് ചെയ്ത് റിസ്ക് ആകാത്ത പരിപാടി. നമ്മൾ DBയിൽ സെറ്റ് ചെയ്യണം. DBയിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി സ്പേസ് ഉണ്ടാക്കണം നമുക്ക്. ഫുള്ളൊരു കുറേ 10-15 കൊല്ലം 20 കൊല്ലം പഴക്കമുള്ള DB ആണ്. അതിനുള്ളിൽ നമ്മളങ്ങനെ 4 ബ്രേക്കർ കൊള്ളിച്ചാണ്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വേറെയൊക്കെ ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ആ ബാക്ക് സൈഡ്. നമ്മളിവിടെ കളിച്ച പരിപാടിയാണ് ഇതൊക്കെ. ഇത് ഈ താഴത്തെ റൂമിലും ഓപ്പോസിറ്റ് ഭാഗത്തിൽ താഴത്തെ റൂമും ഇത് മുകളിലത്തെ റൂമുകളിലുള്ള കണക്ഷനും 2 AC ഇവിടെ 2 AC ഇവിടെ 4 AC-ൻ്റെ കണക്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ക്ലിയർ ആയി. ഇതാണ് ഈ സോളാർ വെച്ച് കേട്ടോ. സോളാറിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട്. കണക്ഷനും കാര്യമൊന്നും ചാലാവാൻ മാത്രമേ ഉള്ളൂ. ഫുള്ള് വർക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ AC-ൻ്റെ കണക്ഷനും റെഡിയായി. ഇനി AC ഫിറ്റിങ്ങും സോളാർ ചാലാവലും ഒക്കെ ഇവിടെ ഉഷാറാവും. അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ DB നോക്കുമ്പോൾ 4 ബ്രേക്കറൊക്കെ കൊടുത്ത് DB ഒക്കെ ഫുള്ള് അടിച്ചിട്ടുണ്ട്. ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഓണാക്കണം നമുക്ക്. നമ്മൾ 4 റൂമിൽ AC വെക്കാം. എല്ലായിടത്തും കണക്ഷനും കൊടുത്ത് ചാലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.